അസ്സലാമു അലൈക്കും. നമ്മളിന്ന് നമ്മളെല്ലാവരുടെയും വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായി മാറിയിരിക്കുകയാണ് LPG ഗ്യാസ്. LPG ഗ്യാസ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് പെട്രോളിയം ഗ്യാസ്. അതായത് ഒരു പെട്രോളിയം ഉൽപ്പന്നം, അതായത് നമ്മൾ പാചകത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഗ്യാസാണ് ഈ ലിക്വിഡ് പെട്രോളിയം ഗ്യാസ്. അത് മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ എന്നാൽ ഈ ഗ്യാസ് എന്താണെന്നും അതിനെക്കുറിച്ച് അത് എങ്ങനെയൊക്കെ അപകടകാരിയായി മാറുന്നു എന്നതിനെക്കുറിച്ചും പിന്നെ എങ്ങനെ പൊട്ടിത്തെറിക്കുന്നു എന്നതിനെക്കുറിച്ചുമൊക്കെ ഒരു ചെറിയ രീതിയിൽ നിങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണിത്. കാരണം നമ്മുടെ ഡെയിലി ലൈഫിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായി മാറിയിരിക്കുകയാണ് ഇന്ന് ലിക്വിഡ് പെട്രോളിയം ഗ്യാസ്. അപ്പോൾ ഈ LPG എന്ന സിലിണ്ടർ, നമ്മൾ കാണുന്ന ഈ ഓറഞ്ച് കളറുള്ള സിലിണ്ടർ, അതിനകത്ത് എന്താണെന്നും അത് എങ്ങനെയാണ് ഒരു നമുക്ക് പാചകത്തിന് ഉപയോഗിക്കാൻ തക്കതായ ഒരു ഗ്യാസായി മാറുന്നതെന്നും, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് ഒരു സിലിണ്ടറിനകത്ത് കംപ്രസ് ചെയ്തിട്ട്, ഒരു പെട്രോളിയം ഗ്യാസിനെ കംപ്രസ് ചെയ്തിട്ട് അത് ഒരു ദ്രാവകാവസ്ഥയിലുള്ള ആക്കി മാറ്റിയിട്ടാണ്, ദ്രാവകാവസ്ഥയിലാണ് നമ്മുടെ ഈ സിലിണ്ടറിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ആ ദ്രാവകാവസ്ഥയിലുള്ള ഈ സാധനം നമ്മുടെ ഗ്യാസ് സ്റ്റൗവിലേക്ക് പൈപ്പ് വഴി വരുമ്പോൾ നമ്മൾ അത് കത്തിച്ച് ഉപയോഗിക്കുന്ന ആ ടൈമിൽ അതൊരു വാതകാവസ്ഥയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അത് ഗ്യാസായിട്ട് മാറിയിട്ടാണ് നമ്മൾക്ക് അത് ഉപയോഗിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് LPG ഗ്യാസ് അത് ലീക്കാവുന്നത് എങ്ങനെ, പിന്നെ അത് ലീക്കായി കഴിഞ്ഞാൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, അത് ലീക്കായാൽ തീ പിടിക്കുന്നത് എങ്ങനെ, അത് തീ പിടിക്കാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം, പൊട്ടിത്തെറിക്കുന്നത് എങ്ങനെ, പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻ ചെയ്യണം എന്നതിനെക്കുറിച്ചൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ LPG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ LPG എന്ന് പറഞ്ഞ ഗ്യാസിന് ഡയറക്റ്റ്ലി ഒരു സ്മെല്ലും ഇല്ലാത്ത ഒരു ഗ്യാസാണിത്. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ വീട്ടിലുള്ള LPG സ്മെല്ലടിക്കുന്നുണ്ടല്ലോ, അതെങ്ങനെ എന്നൊക്കെ വിചാരിക്കുന്നു. സത്യം പറഞ്ഞാൽ അതിനകത്ത് ഒരു ഈഥൈൽ മെർകാപ്റ്റിൻ എന്ന് പറയുന്ന ഒരു ഗ്യാസ് ആഡ് ചെയ്താണ് അതിനെ സ്മെല്ലുണ്ടാക്കുന്നത്. അത് നമുക്ക് ലീക്കായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ സ്മെല്ലില്ലാത്ത അവസ്ഥയാണെങ്കിൽ ലീക്കായി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ലീക്കാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ആ ഒരു കാര്യത്തിന് വേണ്ടിയാണ് അതിനകത്ത് ഈഥൈൽ മെർകാപ്റ്റൈൻ എന്ന് പറഞ്ഞ ഗ്യാസ് ആഡ് ചെയ്തുകൊണ്ട് അത് സ്മെല്ലുണ്ടാക്കുന്നത്. ആ സ്മെല്ല് കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ലീക്കായി കഴിഞ്ഞാൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ വീട്ടിലേക്ക് ഗ്യാസ് സിലിണ്ടർ, ഇപ്പോൾ ഗ്യാസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാർ ഗ്യാസ് സിലിണ്ടറുമായിട്ട് നമ്മുടെ വീട്ടിൽ വരുന്നു. നമ്മൾ ഇന്ന് വരെ എന്ത് ചെയ്തിട്ടില്ല, അതിൻ്റെ എക്സ്പീരിയോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നും ചെക്ക് ചെയ്യാറില്ല. ആദ്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യമാണത്. നമ്മൾ ആദ്യമായിട്ട് ചെക്ക് ചെയ്യേണ്ടത് അതിൻ്റെ എക്സ്പീരി, ആ ഗ്യാസിനകത്ത് ഒരു എക്സ്പീരി ഡേറ്റ് കാണിക്കുന്നുണ്ട്. അത് എവിടെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അത് ചെക്ക് ചെയ്യണം. അത് ചെക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിനകത്ത് ABCD അങ്ങനെ 4 നമ്പർ 4 ഇത് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ ഒന്നിരിക്കൽ 23 അല്ലെങ്കിൽ 24 അല്ലെങ്കിൽ 26 അങ്ങനെ കാണിക്കലാണ് പതിവ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 12 മാസത്തിന്, ജനുവരി ഫെബ്രുവരി മാർച്ച് അങ്ങനെയുള്ള മാസത്തിനെ അത് 4 ഡിവൈഡ് ചെയ്യും. 4 ഡിവൈഡ് ചെയ്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനുവരി ഫെബ്രുവരി മാർച്ച്, ഈ 3 മാസമാണ് A കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ മെയ് ജൂൺ, അതുപോലെ C ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ, അതുപോലെ D എന്ന് പറഞ്ഞാൽ ഒക്ടോബർ നവംബർ ഡിസംബർ. അപ്പോൾ നമ്മൾ സിലിണ്ടറിനകത്ത് ഈ എല്ലാത്തിനകത്തും ഇതുപോലെ ഒരു A ഡിജിറ്റ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ അല്ലെങ്കിൽ 24 അല്ലെങ്കിൽ 25 അല്ലെങ്കിൽ 26 അങ്ങനെ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടാവും. അതെവിടെ എഴുതിയിട്ടുണ്ടോ നിങ്ങൾക്ക്. ഇതാണ് നമ്മളെല്ലാവരും വീട്ടിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടർ. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ കാണുന്ന ഇതിനകത്തായിട്ട് 3-നകത്തും ഓരോ നമ്പറുകൾ എഴുതിയിട്ടുണ്ടാവും. ഇതിനകത്ത് ഇപ്പോൾ ഈ കാണുന്നല്ലേ C26 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ C. അപ്പോൾ C എന്താണ്, നമ്മുടെ ജനുവരി ഫെബ്രുവരി മാർച്ച് ജൂലൈ സെപ്റ്റംബർ 2026 വരെ നമുക്ക് എന്ത് ചെയ്യാം, ഈ സിലിണ്ടറിനെ യൂസ് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഇതിൻ്റെ വെയിറ്റ് ആയിരിക്കും കാണിച്ചിരിക്കുന്നത്. 16.1 കണ്ട അതിൻ്റെ വെയിറ്റാണ്.
എത്ര വെയിറ്റാണ് ഇതെന്നുള്ളതെന്ന് കാണിക്കുന്നതാണ്. അപ്പോൾ ഈ C26 ഇത് നമുക്ക് ചെക്ക് ചെയ്യാൻ നിർബന്ധമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും സിലിണ്ടർ കൊണ്ടുവരുമ്പോൾ അത് മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യമാണ്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ഈ സിലിണ്ടറിനകത്ത് ലീക്കേജ് ഉണ്ടാവാം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, ആദ്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ സിലിണ്ടർ കൊണ്ടുവന്ന് തുറക്കുമ്പോൾ ഇതിനെയാണ് സ്റ്റോപ്പർ എന്ന് പറയുന്നത്. ഈ സ്റ്റോപ്പർ നമ്മൾ വലിച്ചൂരും. ചില സിലിണ്ടറുകൾ ഊരിയ ഉടനെ നമുക്ക് ആ ലീക്കേജ് മനസ്സിലാക്കാൻ പറ്റും. ഒരു സൗണ്ട് വരും, അല്ലെങ്കിൽ സ്മെല്ല് വരും. അപ്പോൾ ആ ലീക്കേജ് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? അപ്പോൾ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യണം, ആ വലിച്ചൂരിയ സ്റ്റോപ്പർ അതുപോലെ തന്നെ ഫിക്സ് ചെയ്യുക. അതിനുശേഷം എന്തെങ്കിലും ഒരു ചെറിയ പിന്നോ പേനയോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്നതിന് ശേഷം അതുമായിട്ട് നമ്മൾ ഈ നമ്മുടെ ഈ റെഗുലേറ്ററിനകത്ത് നമ്മൾ റെഗുലേറ്റർ ഫിറ്റ് ചെയ്യുന്ന ഈ സ്ഥലത്ത് ഇതുണ്ട, ഇവിടെ ഇങ്ങനെ ഒരു പിന്നുണ്ട് ഇതിനകത്ത്. ഈ പിന്ന് ഇടയ്ക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് അമങ്ങിക്കിടക്കും. അപ്പോൾ നമ്മൾ ഈ സ്റ്റോപ്പർ വലിച്ചൂരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് വരും, ലീക്കേജ് വരും. ആ ലീക്കേജ് ശരിയാക്കാൻ നമ്മൾ എന്തെങ്കിലും ഒരു പേന എന്തെങ്കിലും കൊണ്ട് ഇതിനകത്ത് നമ്മൾ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ആ പിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ആ ലീക്കേജ് മാറാൻ പറ്റും. ഇനിയിപ്പോൾ അങ്ങനെയും ശരിയായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു കാര്യം കൂടി ചെക്ക് ചെയ്യാം. നമ്മുടെ ഇതിടുമ്പോൾ നമ്മൾ ആ പിന്നൊക്കെ റെഡിയാക്കിയിട്ട് റെഗുലേറ്റർ ഫിറ്റ് ചെയ്യുന്നു. റെഗുലേറ്റർ ഫിറ്റ് ചെയ്തിട്ട് ഓണാക്കുമ്പോൾ വീണ്ടും നമുക്ക് ലീക്കേജ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ കാര്യം കൂടി ചെക്ക് ചെയ്യുക. അത് റെഗുലേറ്റർ അയച്ചു മാറ്റിയിട്ട് നമ്മുടെ ഈ ഇതിനകത്ത് തന്നെ ഒരു ബ്ലാക്ക് വാഷറുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു ബ്ലാക്ക് വാഷർ. ഈ വാഷറിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ വാഷർ പൊട്ടിക്കിടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ വാഷർ ഇതിനകത്ത് ഇല്ലെങ്കിൽ, ഇടയ്ക്ക് ഓരോ പുതിയത് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലും അതിനകത്തല്ലേ ഊരി നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ചിലപ്പോൾ വാഷർ ഉണ്ടാവില്ല. അപ്പോൾ വാഷർ അവർ ഇടാൻ വിട്ടുപോയായിരിക്കും. അപ്പോൾ ആ വാഷർ ഇല്ലാതെ നമ്മൾ ഈ റെഗുലേറ്റർ ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എന്ത് വരും, ആ ലീക്കേജ് അനുഭവപ്പെടും. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആ വാഷർ ഒന്നിരിക്കൽ തെറ്റിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് റെഡിയാക്കി ഇടുക. ഇല്ലെങ്കിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. വാഷർ എവിടെന്നെങ്കിലും അവരുടെ നിന്ന് വാങ്ങിച്ചിട്ട് ആ വാഷർ ഇട്ടിട്ട് റെഗുലേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ആ ലീക്കേജ് മാറാൻ പറ്റും. പിന്നെ ഒരു കാര്യം നമ്മൾ ഇടയ്ക്ക് ശ്രദ്ധിക്കാൻ ശ്രമിക്കുന്ന വേറൊരു കാര്യമാണ്, ഈ ഒരാൾക്കാർ പറയുന്ന കേൾക്കാം, നമ്മൾ ഈ റെഗുലേറ്റർ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഓട്ടോമാറ്റിക്കലി റെഗുലേറ്റർ നമ്മൾ ഇട്ടിപ്പോൾ കറക്റ്റ് വീണു. പക്ഷേ ഇത് ഓഫാക്കി കഴിഞ്ഞാലും ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ ഓഫാക്കി കഴിയുമ്പോൾ ഇതിനകത്ത് ഇത് വരാൻ പാടില്ല, ഗ്യാസ് വരാൻ പാടില്ല. ഈ പൈപ്പ് കൂടി ഇതിനകത്ത് ഗ്യാസ് വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓണാക്കിയാൽ ഓട്ടോമാറ്റിക് ഇവിടെ വരെ നമ്മുടെ ഈ സ്റ്റൗവിനകത്ത് വരെ ഗ്യാസ് വന്ന് കിടപ്പുണ്ടാകും. ഇനി അഥവാ നമ്മൾ ഓഫാക്കി കഴിഞ്ഞു, പക്ഷേ ഓഫാക്കിയാലും സെയിം നമുക്കിവിടെ ഗ്യാസ് സ്റ്റൗ ഓൺ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ആ റെഗുലേറ്റർ അയച്ചിട്ട് അതിൻ്റെ അകത്ത് നോക്കുക. ഈ റെഗുലേറ്ററിനകത്ത് നമുക്കൊരു പിന്നുണ്ട്, കാണിച്ചു തരാം. ഈ റെഗുലേറ്ററിനകത്തുള്ള പിന്ന് ഇത് കണ്ടോ, ഇത് നമ്മൾ ഓൺ ഓഫ് ആക്കുമ്പോൾ ഇതൊരു പിന്നുണ്ട്. ഇപ്പോൾ ഇത് ഓഫാക്കി വിട്ടിരിക്കുകയാണ്, ഓൺ ആക്കുന്ന ഉപയോഗിക്കുക. ഇത് ഓണായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പിൻ എന്ത് ചെയ്യും, ഇത് ഓണായി കഴിഞ്ഞാൽ ഈ പിന്ന് പുറത്തോട്ട് തള്ളി വരും. ഈ പിന്ന് പുറത്തോട്ട് തള്ളി വരും. ഇത് പുറത്തോട്ട് തള്ളി വരുമ്പോൾ നമ്മുടെ ഈ ഗ്യാസ് കുറ്റിക്കകത്തുള്ള പിന്നിനെ പ്രസ് ചെയ്യും. ആ പ്രസ് ചെയ്യുന്ന സമയത്താണ് ഓട്ടോമാറ്റിക്കായിട്ട് ഗ്യാസ് ഓണായി പുറത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മുടെ ഈ റെഗുലേറ്ററിൻ്റെ ഓൺ ഓഫ് ബട്ടൺ നമ്മളിങ്ങനെ തിരിക്കുമ്പോൾ ഓൺ ഓഫൊക്കെ ആകും. പക്ഷേ ഇതിനകത്ത് എന്തെങ്കിലും കാരണം കൊണ്ട് ഈ പിന്ന് സെയിമായിട്ട് തന്നെ ചിലപ്പോൾ കിടക്കുന്നുണ്ടാകും, ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവില്ല ചില സമയങ്ങളിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു റെഗുലേറ്റർ മാറ്റി കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ പ്രശ്നം തീർന്നു കിട്ടും. പിന്നൊരു കാര്യം, നമ്മൾ ഇപ്പോൾ റെഗുലേറ്റർ ചിലർക്ക് സ്വഭാവമുണ്ട്, റെഗുലേറ്റർ ഫുൾ ടൈം ഓണാക്കി വിടും. അത് അപകടത്തിന് കൂടുതൽ കാരണമാക്കും. നമ്മളിപ്പോൾ ശ്രദ്ധിക്കാതെ നമ്മുടെ കുട്ടികളാരെങ്കിലും വന്നിട്ട് നമ്മൾ റെഗുലേറ്റർ ഓണാക്കി വിടുമ്പോൾ ആ റെഗുലേറ്റർ ഓണാക്കി വിടുന്ന സമയത്ത് ആ ഗ്യാസ് വന്നിട്ട് പൈപ്പ് കൂടെ വന്നിട്ട് നമ്മുടെ ഗ്യാസ് സ്റ്റൗവിനകത്ത് വരെ എന്തുണ്ടാവും, ആ ഗ്യാസിൻ്റെ പ്രസൻസ് ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാത്ത വല്ല ടൈമിൽ നമ്മുടെ എല്ലാവരുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉള്ളതാണ്. ആ കുട്ടികൾ വന്നിട്ട് ചില കാരണം പൈപ്പ് പിടിച്ച് വലിച്ചിട്ട് ജസ്റ്റ് പൈപ്പ് ഊരി വിട്ടിട്ട് അവർ പോകും.
ചിലപ്പോൾ നമ്മൾ സ്റ്റൗ ഓഫാക്കി വെച്ചിട്ടുണ്ടാവും. ആ ടൈമിൽ പൈപ്പ് വെച്ച് ഊരി കഴിഞ്ഞാൽ റെഗുലേറ്റർ ഓണായി കിടക്കുകയാണ്. ആ ടൈമിൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് വരും, ഫുൾ ലീക്കേജ് ആയിട്ട് അവിടെ ഫുള്ള് ഗ്യാസ് നിറഞ്ഞു കിടക്കും. ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ വന്നിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ ഓട്ടോമാറ്റിക്കായിട്ട് തീ ഉണ്ടാകാൻ കാരണമാകും. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ എപ്പോൾ സ്റ്റൗ യൂസ് ചെയ്ത് കഴിഞ്ഞാലും, ഗ്യാസ് സ്റ്റൗ യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യുക, ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്യുക. അതാണ് നമ്മുടെ സേഫ്റ്റിക്ക് ഏറ്റവും കൂടുതൽ നല്ല കാര്യം. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം, നമ്മൾ ഒരുപാട് തിരക്കുള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ തിളച്ച് മറിയുന്ന പാല് അല്ലെങ്കിൽ കഞ്ഞി അല്ലെങ്കിൽ നമ്മുടെ മുളക് അങ്ങനെ പോലുള്ള എന്തെങ്കിലും അടുപ്പത്ത് കയറ്റിയിട്ട് നമ്മൾ അത് സ്ലിമ്മിൽ വച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞ് സൗകര്യത്തിൽ അങ്ങനെയൊക്കെ നമ്മളതിൻ്റെ ശ്രദ്ധ പോലും ഉണ്ടാവില്ല. പലർക്കും സംഭവിക്കുന്നതാണ്, നമ്മുടെ വീട്ടിലൊക്കെ ഡെയിലി സംഭവിക്കുന്ന ഒരു കാര്യമാണത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, തിളച്ചിട്ട് വെള്ളം അതിൽ ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ആ തീ അണയും. പക്ഷേ തീ അണയും, എന്നാൽ തന്നെ തീ അണഞ്ഞാലും ആ ഗ്യാസ് ഓഫാകുന്നില്ല. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഗ്യാസ് വന്നുകൊണ്ടേയിരിക്കും. ആ ഗ്യാസ് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പിന്നീട് ഓർമ്മ വന്ന ഒരു പ്രാവശ്യം ഓടിപ്പോയിട്ട് അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് ഗ്യാസ് നിറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഗ്യാസ് ലീക്കാവും. ആ ഒരു കാര്യം നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ ഒന്നാമത്തെ കാര്യം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ഗ്യാസ് എങ്ങനെയൊക്കെ ലീക്കാവുമെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഈ ലീക്കായ ഗ്യാസ് എങ്ങനെ തീ പിടിക്കും, അപ്പോൾ എങ്ങനെയൊക്കെ ലീക്കാവുമെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് രണ്ടാമതായിട്ട്, എങ്ങനെ ഈ ലീക്കായ ഗ്യാസ് എങ്ങനെ ഒരു തീയായി മാറും, അതിനുള്ള സാധ്യത എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ഒന്നാമതായിട്ട്, നമ്മളെല്ലാവർക്കും ഒരു സ്വഭാവമുണ്ട്. എല്ലാവരും പറഞ്ഞു കേട്ട ഒരു സംഭവമാണ്, നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും എല്ലാവരും പറയുന്നത് കേൾക്കുന്ന ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ലീക്കായി കിടക്കുന്ന സ്ഥലത്ത്, ഒരു ഗ്യാസ് ലീക്കായി കിടക്കുന്ന സ്ഥലത്ത് നമ്മൾ ഓടിപ്പോയിട്ട്, അവിടെ ഇപ്പോൾ ഫാൻ കറങ്ങുന്നുണ്ടാവും, ലൈറ്റ് ഓണായി കിടപ്പുണ്ടാവും, നമ്മൾ ഓടിപ്പോയിട്ട് അത് ഓഫാക്കാൻ ശ്രമിക്കും. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. കാരണം എന്തെന്ന് വെച്ചാൽ, ഈ ഗ്യാസ് ലീക്കായി കിടക്കുന്ന സ്ഥലത്ത് ഒരു ചെറിയ സ്പാർക്ക് കിട്ടിയാൽ മതി അതൊരു തീയായിട്ട് മാറാൻ. ഈ സ്പാർക്ക് കിട്ടുന്നത് നമ്മൾ ലൈറ്റ് ഓണാക്കുമ്പോൾ മാത്രമല്ല, നമ്മളൊരു സ്വിച്ച് ഓണാക്കുമ്പോഴും ഓഫാക്കുമ്പോഴും എന്താവും, അവിടെ സ്പാർക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഓണായി കിടക്കുന്ന ഒരു സമയത്താണ് അത് ലീക്കായതെങ്കിൽ തന്നെ ആ ടൈമിൽ ഓണായി കിടക്കുന്നു, പക്ഷേ തീയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കുക, അതങ്ങനെ തന്നെ കിടക്കട്ടെ, അത് ഓണായി തന്നെ കിടന്നോട്ടെ, നോ പ്രോബ്ലം. കാരണം അത് ഓണാക്കുന്ന സമയത്തും സ്വിച്ച് ഓണാക്കുന്ന ടൈമിലും ഓഫാക്കുന്ന ടൈമിലും എങ്ങനെയായാലും ആ രണ്ട് ടൈമിലും സ്പാർക്ക് ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒരിക്കലും ഒരു ലീക്കേജുള്ള സ്ഥലത്ത് ഒരിക്കലും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാനോ ലൈറ്റോ ഓഫാക്കാൻ ശ്രമിക്കരുത്. ഇനിയിപ്പോൾ അടുത്തായിട്ട്, ഈ ഗ്യാസ് സിലിണ്ടർ എങ്ങനെ പൊട്ടിത്തെറിക്കാനുള്ള കാരണം എന്ത്? പലർക്കുള്ള സംശയമാണ്. ഈ ഗ്യാസ് സിലിണ്ടർ തീപിടിക്കുന്നു, അതൊക്കെ, പക്ഷേ എങ്ങനെയാണ് ഇത് പൊട്ടിത്തെറിക്കാനുള്ള കാരണം? അപ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ഗ്യാസ് സിലിണ്ടറിനകത്ത് നമ്മുടെ ഈ ഗ്യാസിനെ കംപ്രസ് ചെയ്തിട്ടാണ് എന്തായിട്ടാണ് ഇതിനെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്, ദ്രാവകാവസ്ഥയിലായിട്ടാണ് നമ്മുടെ ഗ്യാസ് സിലിണ്ടറിനകത്ത് ഈ ഗ്യാസിന് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, പെട്രോളിയം ഗ്യാസിന് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ആ സ്റ്റോർ ചെയ്തിരിക്കുന്ന സിലിണ്ടറിന് പുറമേ നിന്ന് നല്ലപോലെ ചൂട് കിട്ടുകയാണെങ്കിൽ, അത് നല്ലപോലെ തീയിലിട്ട് ചൂടാവുന്ന ഒരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, ഇതിനകത്തുള്ള ദ്രാവകാവസ്ഥയിലുള്ള ഈ ലിക്വിഡ് തിളക്കാൻ തുടങ്ങും. ഇത് തിളച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്തായിട്ട് മാറും, അതൊരു വാതകാവസ്ഥയിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ദ്രാവകാവസ്ഥയിലേക്ക് ഉള്ള ഈ ലിക്വിഡിനെ തിളച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതൊരു വാതകാവസ്ഥയിലേക്ക് മാറുകയും, വാതകാവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞാൽ അതിനകത്ത് പ്രഷർ കൂടി വരും. അത് ഒരിക്കലും ആ ഗ്യാസ് സിലിണ്ടറിന് കപ്പാസിറ്റിയേക്കാൾ കൂടുതൽ പ്രഷർ ഉണ്ടാവുകയും അത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഒരു ഗ്യാസ് സിലിണ്ടർ എന്ത് ചെയ്യുന്നത്, പൊട്ടിത്തെറിക്കുന്നത്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, നമ്മുടെ കണ്ണൂരിലെ ചാല എന്ന് പറഞ്ഞ സ്ഥലത്ത് ചാല ദുരന്തം അതൊരു വലിയ ദുരന്തമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു വലിയ LPG ഗ്യാസ് കൊണ്ടുപോകുന്ന ഒരു വലിയ സിലിണ്ടർ കൊണ്ടുപോകുന്ന ഒരു ട്രക്ക് മറിയുകയും അത് തീ പിടിച്ച് പൊട്ടിത്തെറിക്കുകയും ഉണ്ടായി. അതേ സമയത്ത് നമ്മുടെ കണ്ണൂരിൽ തന്നെ കല്യാശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് വേറൊരു ദുരന്തമുണ്ടായി. ഇതുപോലെ തന്നെ ഒരു വലിയ
ടാങ്കർ ലോറി മറിയുകയും ലീക്കേജ് ഉണ്ടാകുകയും ചെയ്തു. പക്ഷേ കറക്റ്റ് ടൈമിൽ കേരള ഫയർഫോഴ്സ് ഇടപെടുകയും അവർ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് മണിക്കൂറുകളോളം ആ ഗ്യാസ് സിലിണ്ടർ എന്ത് ചെയ്തു, വെള്ളം അടിച്ച് തണുപ്പിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യില്ല, അത് പൊട്ടിത്തെറിച്ചില്ല. അപ്പോൾ കറക്റ്റ് ഇടപെടൽ കൊണ്ട് ഒരുപാട് വലിയ അപകടങ്ങൾ ഒഴിവാക്കാൻ സാധിച്ചു. പിന്നെ അടുത്തായിട്ട് മെയിനായിട്ടുള്ള കാര്യം, ഇപ്പോൾ നമ്മൾ അടുക്കളയിൽ ഗ്യാസ് ലീക്കായി കിടക്കുകയാണ്. ഈ ഗ്യാസ് LPG ഗ്യാസിന് ഭാരം കൂടുതലായതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഗ്യാസ് എപ്പോഴും ഉണ്ടാവുക ആ കിച്ചണിലെ താഴെയുള്ള ഭാഗത്താണ്. നമ്മുടെ മുകളിലാണ് കൂടുതൽ എയർ ഹോൾ ഉണ്ടാകുന്നത്. അപ്പോൾ എയർ ഹോൾ കൂടി ഇത് പുറത്ത് പോയിക്കൊള്ളുന്നില്ല. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഗ്യാസ് ലീക്കായി സ്മെല്ലടിക്കാൻ തുടങ്ങിയ ഉടനെ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യം, നമ്മൾ എത്രയും പെട്ടെന്ന് അതിനകത്തുള്ള എല്ലാ ജനലുകളും ഡോറുകളും എല്ലാം തുറന്നു വിടുക. അതിനു മുമ്പ് വേറൊരു കാര്യം കൂടി ചെയ്യണം. നമ്മൾ ലീക്കായ ആ സിലിണ്ടർ എത്രയും പെട്ടെന്ന്, ലീക്കായ സിലിണ്ടർ മാത്രമല്ല അതിനകത്തുള്ള എല്ലാ സിലിണ്ടറുകളും കഴിയുന്നതിലും വേഗം നമ്മൾ ഒരു തുറസായ സ്ഥലത്തേക്ക് മാറ്റി വെക്കാൻ ശ്രമിക്കുക. മാറ്റി വച്ചിട്ട് എന്നിട്ടാണ് നമ്മൾ ഈ ഡോറൊക്കെ തുറന്ന് ജനലൊക്കെ തുറന്ന് ഈ ഗ്യാസ് പുറത്തു പോകാനുള്ള ഒരു വഴി നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് മറ്റേ വലിയ ദുരന്തങ്ങളൊന്നും ഉണ്ടാവില്ല. ഗ്യാസ് കാരണം നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും.